ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും അച്ചൂസ് മാത്സ് ലോജിക്കിലേക്ക് സ്വാഗതം. +1 സ്റ്റാൻഡേർഡിലെ തേർഡ് ചാപ്റ്ററായ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഇന്ന് ഫസ്റ്റ് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് 3.1. Okay. First question. Find the radian measures corresponding to the following degree measures. First 25 degree. Second -47 degree 30 minutes. Third one 240 degree and fourth one 520 degree. ഇത്രയും ഡിഗ്രി മെഷേഴ്സിനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം നമുക്കറിയാം, റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിഗ്രി മെഷറിലുള്ള ക്വാണ്ടിറ്റീനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ ലെസണിൽ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇവിടെ ഫസ്റ്റ് 25 ഡിഗ്രി. സോ 25നെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 25 കൊണ്ട് കട്ട് ചെയ്താൽ 5 ടൈംസ് ഹിയർ 36. ഇപ്പോൾ റെഡ്യൂസ്ഡ് ഫോമിൽ കിട്ടി 5π/36. ഇതാണ് റേഡിയൻ മെഷറിലുള്ള ആംഗിൾ. ഓക്കെ, 25 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5π/36. അതിൽ ഉൾപ്പെട്ട സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞത് 47 ഡിഗ്രി നെഗറ്റീവാണ്. -47 ഡിഗ്രി 30 മിനിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ ഫുള്ള് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ, ഇത് ഡിഗ്രി ആൻഡ് മിനിറ്റിലാണുള്ളത്. ഫുള്ള് റേഡിയനിലേക്ക് എടുത്താൽ -47 ഡിഗ്രി ആൻഡ് ഹാഫ് ഡിഗ്രി കിട്ടും. ബിക്കോസ് 30 മിനിറ്റ് മീൻസ് ഹാഫ് ഡിഗ്രി. അപ്പോൾ 47 ആൻഡ് ഹാഫ് ആണ്. 47 പ്ലസ് ഹാഫ്, ഇപ്പോൾ -97 അല്ലേ, 97/2. -95/2 -95/2 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഇതിനെ ഇനി റേഡിയനിലേക്ക് മാറ്റിയാൽ -95/2 ഇൻറ്റു π/180 ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ 5 ക്യാൻസൽ ചെയ്താൽ വരിക 19. ഇവിടെ 19 ടൈംസ് 19ഉം ഇവിടെ 36. അങ്ങനെ ആൻസറായിട്ട് കിട്ടുക -19/72 π. ഓക്കെ, അതിൽ തേർഡ് വൺ 240 ഡിഗ്രിയാണ്. 240 ഡിഗ്രിനെ മാറ്റുമ്പോൾ 240 ഇൻറ്റു π/180. 0 ക്യാൻസൽ ചെയ്തു. 18 ആൻഡ് 24 6 കൊണ്ട് ഡിലീറ്റ് ചെയ്താൽ 4. അപ്പോൾ 4π/3 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അതിലൊന്നും കൂടി ഉണ്ട് 520 ഡിഗ്രി. 520 ഡിഗ്രി ഫോർത്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ 520 ഡിഗ്രിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10 കൊണ്ട് ഡിലീറ്റ് ചെയ്തു. പിന്നെ 2 റെഡ്യൂസ് ചെയ്താൽ ഇവിടെ 9, ഇവിടെ 26. അങ്ങനെ 26/9 π എന്ന് വരും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉള്ളത് ഫൈൻഡ് ദ ഡിഗ്രി മെഷേഴ്സ് കറസ്പോണ്ടിങ് ടു ദി ഫോളോയിങ് റേഡിയൻ മെഷേഴ്സ്. യൂസ് π is equal to 22/7. ഫസ്റ്റ് 11/16. സെക്കൻഡ് -4. third 5π/3 and fourth 7π/6.
അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. കറസ്പോണ്ടിങ് ഡിഗ്രി മെഷർമെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. കറസ്പോണ്ടിങ് റേഡിയൻ മെഷറാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 11/16 റേഡിയൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 11/16നെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിലേക്ക് കൺവേർട്ട് ആവും, ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ 22ന് പകരം 5ക്ക് പകരം 22/7 യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 11/16 ഇൻറ്റു 180/π അല്ലേ കാണുന്നത്, പൈക്ക് പകരം 22/7. അപ്പോൾ 11 അങ്ങനെ 22ൽ 2 ടൈംസ് ക്യാൻസൽ ചെയ്തു. 2 180ൽ 90. ഓക്കെ, പിന്നെ അങ്ങനെ വേണം 90ൽ 16 2 റിമൂവ് ചെയ്താൽ 45 and 8. അപ്പോൾ ലാസ്റ്റ് വരുന്നത് 45 × 7/8 ആവുക. അപ്പോൾ 45നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരിക 315/8 ആവുക. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ ആൻസറായിട്ട് 39, കോഷൻറ്റിൽ 39 കിട്ടും. ഇപ്പോൾ 39 ഡിഗ്രി. പിന്നെ അതിൻ്റെ റിമൈൻഡറായിട്ട് വരുന്ന 3 ആണ്. 3/8 മിനിറ്റ് വരും. അപ്പോൾ ഡിഗ്രിയിൽ കിട്ടി. ഇനി മിനിറ്റിനെയും കൂടി സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഈ 3/8നെ അഗൈൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 4ഉം ഇവിടെ 30 അല്ലേ. ഇപ്പോൾ 20. അപ്പോൾ ഇതിൽ കിട്ടുക 22 മിനിറ്റ്. പിന്നെ ബാക്കി സെക്കൻഡിലാണ് 30. ഹാഫ് മിനിറ്റ് എന്ന് പറയുമ്പോൾ 30 സെക്കൻഡ്. അപ്പോൾ ഫുൾ എഴുതുമ്പോൾ 39 ഡിഗ്രി 22 മിനിറ്റ് ആൻഡ് 30 സെക്കൻഡ്സ് എന്ന് വരും. ഓക്കെ, അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ -4 ആണ്. ഗിവൺ ദാറ്റ് -4 ഡിഗ്രി. അപ്പോൾ അതിനെ റേഡിയനിലേക്ക് മാറ്റാനുള്ളത്. -4നെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വിച്ച് മീൻസ് -4 × 180/π എന്ന് പറഞ്ഞാൽ 22/7. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് എടുത്താൽ കിട്ടുക -2520/11. അപ്പോൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷൻ്റായിട്ട് കിട്ടുന്നത് 229. അപ്പോൾ അത്രയും ഡിഗ്രി വന്നു. ബാക്കി എത്രയാണ് ബാക്കി കിട്ടുന്നത്? 1. അപ്പോൾ 1/11 മിനിറ്റ് കിട്ടും. പിന്നെ ഈ 1/11 മിനിറ്റിനെ നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും ബാക്കി. ഇപ്പോൾ ഫുള്ള് കിട്ടുന്നത് ഫുള്ള് ചെയ്താൽ കിട്ടുക 229 ഡിഗ്രി, അതിൽ 5 മിനിറ്റ്, പിന്നെ 27 സെക്കൻഡ്സ്. ഓക്കെ, അടുത്തത് ഇതിലെ തേർഡ് വൺ 5π/3 ആണ് റേഡിയൻ മെഷറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 5π/3 × 180/π. ഇവിടെ തന്നെ പയ്യും ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ ബാക്കിയുള്ളത് 180ൽ 60, അങ്ങനെ 5 × 60 300 ഡിഗ്രി എന്ന് കിട്ടും. 300 ഡിഗ്രി. അതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ 7π/6. അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻറ്റു 180/π ചെയ്താൽ പൈ അവിടെ റിമൂവ് ചെയ്ത് പോയി. 6 180ൽ 30, അപ്പോൾ 3 × 30 210 ഡിഗ്രി എന്ന് വരും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനും ഫിനിഷ് ചെയ്തു. തേർഡ് ക്വസ്റ്റ്യനായിട്ടുള്ളത് എ വീൽ മേക്സ് 360 revolutions in 1 minute. Through how many radians does it turn in 1 second?
എ വീൽ മേക്സ് 360 റെവല്യൂഷൻസ്. ഇപ്പം നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ് 360 ഡിഗ്രി. 360 ഡിഗ്രി അല്ല. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഇൻ 1 minute how much 360 revolutions, that is in 60 അല്ലേ. 1 minute പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ. 60 സെക്കൻഡിലാണ് 360 റെവല്യൂഷൻസ്. അപ്പോൾ ഒരു സെക്കൻഡിൽ 360 ഡിവൈഡ് ബൈ 60 റെവല്യൂഷൻ ആയിരിക്കും. അതായത് 6 റെവല്യൂഷൻസാണ് ഒരു സെക്കൻഡിൽ വരുന്നത്. 6 റെവല്യൂഷൻസ് എന്ന് പറയുമ്പോൾ എത്ര പിന്നെ ആംഗിൾ വരും, എത്ര റേഡിയൻ വരും? 6 × 2π. അപ്പോൾ 12π റേഡിയനാണ് ഇതിൻ്റെ ആൻസർ. 12π അല്ലേ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡിഗ്രി മെഷർ ഓഫ് ആംഗിൾ subtended at the center of a circle of radius 100 cm by an arc of length 22 cm. Use pi is equal to 22/7. The question, find in degree, find angle in degree measure എന്നാണ്. Radius is given. Radius of circle is given as 100 cm. And arc length is L is equal to 22 cm. We need to find out angle in radian measure. അപ്പോൾ ഹൈറ്റ് അതെങ്ങനെയാണ് ചെയ്യുക? റേഡിയൻ മെഷറിലുള്ള ഡിഗ്രിയിലേക്ക് വേണമെങ്കിൽ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ we know that L is equal to r theta. So theta is equal to L/r, which means 22/100 റേഡിയൻ. റെഡ്യൂസ് ചെയ്താൽ 11/50 റേഡിയൻ ആണ്. 11/50 റേഡിയൻ. അപ്പോൾ 11/50 ഇൻറ്റു യൂസ് പൈ ഈസ് ഈക്വൽ ടു 22/7 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 11/50 ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ 100/π. അപ്പോൾ 11/50 ഇൻറ്റു 180 അല്ലേ. 180/22/7. ഇത് ചെയ്താൽ 11, 22 2 ടൈംസ് 0 ക്യാൻസലായി 2, 18 9. അങ്ങനെ എത്ര വരിക? 63/5 കിട്ടും. അത് ഡിവൈഡ് ചെയ്താൽ 12 കിട്ടും. 12 ഡിഗ്രി. ബാക്കിയുള്ളത് മിനിറ്റ്, അത് 36 മിനിറ്റ്. അപ്പോൾ 12 ഡിഗ്രി ആൻഡ് 36 മിനിറ്റാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 40 cm, the length of a chord is 20 cm. Find the length of minor arc of the chord in a circle of diameter 40 cm. But 2 radius is equal to 40 cm. Length of the chord 20. അപ്പോൾ ഒരു സർക്കിൾ വേണം. ഇതാണ് കോഡ്. ഇത് 20 ആയിട്ട് എടുക്കാം. ബിക്കോസ് 2r 40 ആണെങ്കിൽ r is equal to 20. ഇതും 20. കോഡിൻ്റെ ലെങ്ത്തും 20 തന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. ഈച്ച് ആംഗിൾ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. സോ തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓർ വി ക്യാൻ ടേക്ക് π/3 റേഡിയൻ. Theta is π/3 radian. Question, find the arc length. Arc length കണ്ടുപിടിക്കണം. L is equal to r theta ആണ്. r 20 ആണ്. അപ്പോൾ ആൻസർ 20 π/3. ഓക്കെ, L is equal to r theta means 20 into π/3, 20 π/3. Clear? Sixth one. If in two circles arcs of the same length subtend angles 60 degree and 75 degree at the center, find the ratio of their radii.
if in two circles arcs of same length, well, L1 is equal to L2, it is given, and theta 1 is equal to 60 degree and theta 2 is equal to 75 degree. Find the ratio of R1 and R2. That's question. L1 equal to L2 means R1 theta 1 is equal to R2 theta 2. Hence, R1 by R2 is equal to theta 2 by theta 1, which means 75 by 60. 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും? 75 by 60 അല്ലേ? അപ്പോൾ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 5/4. അപ്പോൾ R1 is to R2 കിട്ടുന്ന 5/4 means 5:4. Okay. 7th question. Find the angle in radian through which a pendulum swings if its length is 75 cm and the tip describes an arc of length 10 cm, second 15 cm, third 21 cm. അപ്പോൾ ഇതാണ് പെൻഡുലം എന്നായിരിക്കും ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആംഗിളാണ് ചോദിച്ചത്. ലെങ്ത്ത് 75 cm ആണ്. പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് 75 cm. ടിപ്പ് ഡിസ്ക്രൈബ്സ് ആർക്ക് ലെങ്ത്ത് ഫസ്റ്റിൽ പറഞ്ഞത് 10 cm ആണ്. സോ L ഈസ് ഈക്വൽ ടു 10 cm ഫോർ ഫസ്റ്റ് ആൻഡ് R 75. ഓക്കെ, തീറ്റയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തീറ്റ ഈസ് ഈക്വൽ ടു L/R എന്ന് എഴുതാം, വിച്ച് മീൻസ് 10/75. 10 ക്യാൻസൽ ചെയ്താൽ 2/50 കിട്ടല്ലോ. ആംഗിൾ ഇൻ റേഡിയൻ തീറ്റ കിട്ടുന്നത് ആംഗിൾ ഇൻ റേഡിയൻ 2/50 എന്നാണ് ഇതിൻ്റെ ആൻസർ. 2/15 റേഡിയൻ. ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അവിടെ എടുക്കേണ്ടത് L ഈസ് ഈക്വൽ ടു 15 cm ആൻഡ് ആസ് പെർ ദ ക്വസ്റ്റ്യൻ R ഈസ് ഈക്വൽ ടു 10. L is equal to 15 and R is equal to 10 അല്ല 75. R is equal to 75 cm. അപ്പോൾ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യണോ? തീറ്റ is equal to L/R means 75/15. ക്യാൻസൽ ചെയ്താൽ 75/15 വരിക 15/75 അല്ലേ? സോറി 15 ആണ്. 15/75. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ 1/5. ഓക്കെ, തീറ്റ ഈസ് 1/5 റേഡിയൻ. നെക്സ്റ്റ് തേർഡിൽ പറഞ്ഞത് 21 cm ആണ്. സോ L ഈസ് ഈക്വൽ ടു 21, R ഈസ് ഈക്വൽ ടു 75. ഫൈൻഡ് തീറ്റ. തീറ്റ ഈസ് ഈക്വൽ ടു L/R equal to 21/75. 3 ക്യാൻസൽ ചെയ്താൽ 7/25 റേഡിയൻ. ഓക്കെ, അപ്പോൾ എക്സസൈസ് 3.1 ആണ് ഇപ്പോൾ ചെയ്തത്. ഇതിൻ്റെ നെക്സ്റ്റ് അടുത്ത സെക്ഷനിലുണ്ടാവും, മറക്കാതെ കാണുക. ഓക്കെ, താങ്ക് യു.